വിശ്വാസികളെ, പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാനായിലെ രാജാധികാരിയുടെ മകൻ്റെ രോഗശാന്തിയാണല്ലോ പ്രധാന വിഷയം. ഇത് യേശു ക്രിസ്തു കാനായിൽ ചെയ്ത രണ്ടാമത്തെ അത്ഭുതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഒരു രോഗശാന്തിയുടെ മാത്രം കഥയല്ല, വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ കഥയാണ്. 3 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തേത്, ദുരിതം മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നു. ഇവിടെ പിതാവിൻ്റെ ഹൃദയം തൻ്റെ മകനായി കരയുന്നതായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവൻ കഫർന്നഹൂമിൽ നിന്ന് കാനാ വരെ യാത്ര ചെയ്തു. പൗരസ്ത്യ ആത്മീയത പഠിപ്പിക്കുന്നത് ദുരിതം പലപ്പോഴും ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വാതിലാണ് എന്ന്. രോഗം, നഷ്ടം, പ്രതിസന്ധി ഇവ നമുക്കുള്ള ആശ്രയങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് സഹായിക്കുന്നു. അടുത്ത ചിന്ത, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലേ? ഇവിടെ കർത്താവ് ഒരു വലിയ ആത്മീയ പാഠമാണ് നൽകുന്നത്. വിശ്വാസം അത്ഭുതങ്ങളെ ആശ്രയിക്കരുത്. വിശ്വാസം വചനത്തെ മാത്രമായിരിക്കണം ആശ്രയിക്കേണ്ടത്. ഓർത്തഡോക്സ് സഭയിൽ നാം കൂദാശകളിൽ പങ്കുചേരുമ്പോൾ എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ കാണണമെന്നില്ല. പക്ഷെ ദൈവവചനം വിശ്വസിക്കുമ്പോൾ അവിടെ ദൈവികമാവുന്ന കൃപകൾ പരിവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മൂന്നാമതായി, ദൂരെ നിന്നുള്ള കൃപ. യേശു അവനോട് പറഞ്ഞു, പോകുക, നിൻ്റെ മകന് ജീവിക്കുന്നു. വചനം മാത്രം മതി. ഇവിടെ സ്പർശനമില്ല, കാഴ്ചയില്ല. ദൂരെ നിന്നുള്ള കൃപയുടെ ആവാസമാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ രാജാധികാരി യേശുവിൻ്റെ വചനം വിശ്വസിച്ചു മടങ്ങി. പൗരസ്ത്യ ആത്മീയതയിൽ ഇതൊരു വലിയ സന്ദേശമാണ്. വിശ്വാസം എന്നത് വചനം കേട്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ വചനം പലപ്പോഴും നേരിട്ട് അത്ഭുതമായി കാണപ്പെടുന്നില്ല. പക്ഷേ അത് നമ്മുടെ ജീവിതയാത്രയ്ക്ക് എന്നും ദിശ നൽകുന്നു. 3 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 1. വചനവിശ്വാസം. പ്രാർത്ഥനയിൽ ദൈവം ഉടൻ മറുപടി കൊടുക്കാത്തപ്പോഴും നാം അതിൽ വിശ്വസിക്കുക. 2. കൂദാശകളിലെ പങ്കാളിത്തം. വിശുദ്ധ കുർബാനയിൽ നാം കാണാതെ വിശ്വസിക്കുന്നു. അത് ദൈവകൃപയുടെ ഒരു യാഥാർത്ഥ്യമാണ്. 3. കുടുംബവിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കളിലും വീട്ടിലും പ്രതിഫലിക്കണം. പ്രിയമുള്ളവരെ, നിൻ്റെ മകൻ ജീവിക്കുന്നു എന്ന വാക്ക് ഇന്നും നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ആത്മാവിനോട് കർത്താവ് ഇപ്രകാരമായി പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നാം കാണാതെ വിശ്വസിക്കാം, വചനം കേട്ട് അനുസരിക്കാം. അപ്പോൾ ദൂരത്തു നിന്ന് പ്രവർത്തിക്കുന്ന കൃപ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. കർത്താവിൻ്റെ സമാധാനം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലേക്കും നിറഞ്ഞു ഒഴുകുമാറാകട്ടെ.